Students, last we have found the value of integrals using reversing order of integration. The last problem, I have reversed the order of integration and we have to find the value. Order reverse ചെയ്യാനാണ് ബുദ്ധിമുട്ട്. Integration നിങ്ങൾക്കറിയാം, ഡബിൾ ഇന്റഗ്രൽ ചെയ്യാൻ അറിയാം, വേരിയിങ് ലിമിറ്റ് ആദ്യം ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. റീജിയൻ പ്ലോട്ട് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. Now we will move to the next section. കഴിഞ്ഞതിൻ്റെ ആൻസർ നിങ്ങൾ അതിനു മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് വീഡിയോയ്ക്ക് കമൻ്റ് ആയിട്ടിരുന്ന അറ്റൻഡൻസിന് വേണ്ടിയും അത് ഉപയോഗിക്കാനുള്ളതാണ്. Now we move to area of a closed and bounded region. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന റീജിയൻ ക്ലോസ്ഡ് ബൗണ്ടഡ് ആയിട്ടുള്ള റീജിയനാണ്. ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ ഡബിൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ സിംഗിൾ ഇൻ്റഗ്രൽ ആകുമ്പോൾ ഇതുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇൻ്റഗ്രൽ എ ടു ബി ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ എ ടു ബി ഡി എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ നടത്തുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ് എന്നാണ് ലിമിറ്റ്സ് കണ്ടപ്പോൾ മനസ്സിലായത്. ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ലിമിറ്റ്സ് കൊടുത്താൽ എ ടു ബി ആൻഡ് ദ വാല്യൂ ഈസ് ബി മൈനസ് എ. ദെൻ വാട്ട് ഈസ് ബി മൈനസ് എ? ലെങ്ത് ഓഫ് ദിസ് ഇൻ്റർവൽ. അപ്പോൾ സാധാരണ എഴുതുന്ന ഇൻ്റഗ്രൽ സിംഗിൾ ഇൻ്റഗ്രലിൽ ഒരു വേരിയബിളേ ഉള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ എക്സിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. ആ എഫ് എക്സ് 1 ആയപ്പോഴാണ് ഇൻ്റഗ്രൽ എ ടു ബി ഡി എക്സ്. അത് ലെങ്ത് ഓഫ് ദ ഇൻ്റർവൽ. ഇൻ്റർവെല്ലാണ് അവിടെ ഇൻ്റഗ്രേഷൻ. 2 ഡയമെൻഷനിലാകുമ്പോൾ നമ്മൾ ഇതേപോലത്തെ റീജിയൻസ് എടുക്കും. ദിസ് ഇസ് ദ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ. 1 ഡയമെൻഷനിൽ ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലം. അവിടെ ഒരു ഡയമെൻഷനേ ഉള്ളൂ, ലെങ്ത് ഓഫ് ദ ഇൻ്റർവൽ എന്നായി. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന 2 ഡയമെൻഷനിൽ റീജിയൻ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യും. ഇത് 1 ഡയമെൻഷൻ. 2 ഡയമെൻഷനിലാണെങ്കിൽ ഇത് ഇവിടുത്തെ പോയിന്റ്സ് മുഴുവനും, ഇത് ഇൻ്റർവെല്ലിലെ മുഴുവൻ പോയിന്റ്സ്, ഇത് ഈ റീജിയനിലെ മുഴുവൻ പോയിന്റ്സ്. ദാറ്റ് മീൻസ് ദ ഏരിയ ഓഫ് ദ റീജിയൻ. ഇവിടെ എഫ് എക്സേ ഉണ്ടായിരുന്നുള്ളൂ ഫംഗ്ഷൻ. അപ്പോൾ സാധാരണ നമ്മൾ എഴുതുന്ന ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, 2 വേരിയബിൾസ് ഉണ്ടാവും, ഡി എക്സ് ഡി വൈ അല്ല ഡി വൈ ഡി എക്സ്. അത് ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഇനി മുതൽ ഡി എ എന്ന് ഡിനോട്ട് ചെയ്യും. ഓവർ ദ റീജിയൻ ആർ, റീജിയനിലാണ് ഇൻ്റഗ്രേഷൻ ചെയ്തോളുന്നത്. ഈ എഫ് എക്സ് വൈ 1 ആയാൽ ഡബിൾ ഇൻ്റഗ്രൽ ഡി എ, ഡബിൾ ഇൻ്റഗ്രൽ ഡി എ ഈക്വൽ ടു, അത് ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഡി വൈ എന്നോ ഡബിൾ ഇൻ്റഗ്രൽ ഡി വൈ ഡി എക്സ് എന്നോ വെറുതെ ഓർഡർ മാറ്റത്തില്ല. അത് ഇവിടുത്തെ ലിമിറ്റ് അനുസരിച്ച് ആയിരിക്കും ഇരിക്കുക. ഓവർ ദ റീജിയൻ ആർ. അപ്പോൾ ഇവിടെ ലിമിറ്റ് നമുക്ക് എക്സ് ഡി എക്സ് ആദ്യം കിടക്കുന്നെങ്കിൽ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ് ആദ്യം. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ടു അനദർ ഫംഗ്ഷൻ ഓഫ് വൈ. വൈ ഈസ് എ കോൺസ്റ്റൻറ്റ് സി ടു ഡി. ആ റീജിയനിൽ നോക്കി തീരുമാനിക്കും. ഡി വൈ ഡി എക്സ് എന്നാണെങ്കിൽ വൈ ആയിരിക്കും. വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് എഫ് എക്സ് ടു ജി എക്സ്. എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എ ടു ബി എന്ന് നമുക്ക് വെറുതെ ലിമിറ്റ്സിനെ എഴുതാം. അപ്പോൾ അത് റീജിയൻ നോക്കിയിട്ട് ലിമിറ്റ് തീരുമാനിക്കാം. ദിസ് ഈസ് ദ ഏരിയ ഓഫ് ദ റീജിയൻ. എന്നാ സംഭവിച്ചത്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ആയിരുന്നു സിംഗിൾ ഇൻ്റഗ്രൽ. അവിടെ എഫ് എക്സ് ഇൻ്റഗ്രാൻഡ് 1 ആകുമ്പോൾ ലെങ്ത് ഓഫ് ദ ഇൻ്റർവൽ കിട്ടി. ഇവിടെ ഇൻ്റഗ്രാൻഡ് എഫ് എക്സ് വൈ 1 ആകുമ്പോൾ ഏരിയ ഓഫ് ദ റീജിയൻ കിട്ടി. അത് 3 ഡയമെൻഷനിലേക്ക് പോകാം. 3 ഡയമെൻഷനിലാകുമ്പോൾ വരച്ച് കാണിക്കാൻ പറ്റത്തില്ല. ലെങ്ത് ഓഫ് ദ ഇൻ്റർവൽ, ഏരിയ ഓഫ് ദ റീജിയൻ. 3 ഡയമെൻഷനിലാകുമ്പോൾ ലെങ്ത്, ഏരിയ, വോളിയം ഓഫ് ദ സോളിഡ് ഫ്രം വിച്ച് വി ടേക്ക് പോയിന്റ്സ് ഫോർ ഇൻ്റഗ്രേഷൻ. അത് 3 ഡയമെൻഷൻ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന 3 ഡയമെൻഷണൽ സ്പേസിലെ ആ പാർട്ടിൻ്റെ വോളിയം ആയിരിക്കും ലെങ്ത്, ഏരിയ, വോളിയം. അങ്ങനെ ആയിരിക്കും. നമുക്ക് അതിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് നമ്മൾ വരുന്നുണ്ട് ട്രിപ്പിൾ ഇൻ്റഗ്രലിലേക്ക്, അന്നേരം ചെയ്യുന്നതാണ്. അപ്പോൾ ഏരിയ ഓഫ് എ റീജിയൻ, ഏരിയ ഓഫ് ആർ, ഏരിയ ഓഫ് ദ റീജിയൻ ആർ ഫോർ വിച്ച് വി യൂസ് ഇൻ്റഗ്രേഷൻ ഇസ് ഈക്വൽ ടു, ഇങ്ങനെ ഈ ഡബിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് നമുക്ക് റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇനി ഇവിടെ നമുക്ക് ആവറേജ് വാല്യൂ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആവറേജ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വന്നപ്പോൾ ആവറേജ് വാല്യൂ ലെങ്ത് ഓഫ് ദ ഇൻ്റർവൽ 1 ബൈ ബി മൈനസ് എ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻ്റർവലിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് ഈസ് ദ ഇൻ്റഗ്രൽ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ ഇൻ്റർവൽ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ 2 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഓർ നൗ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി എ. അതിനെ അവിടുത്തെ ഏരിയ, ഇവിടെ ലെങ്ത് കൊണ്ട്, ലെങ്ത് ഓഫ് ദ ഇൻ്റർവൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന, ഇവിടെ ബൈ ഏരിയ ഓഫ് ആർ, അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ ഏരിയ ഓഫ് ആർ. 1 ബൈ ഏരിയ ഓഫ് ആർ ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ. ദാറ്റ് ഈസ് കോൾഡ് ദ ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ. ഇഫ് വി ആർ ഗിവൺ ദ ഫംഗ്ഷൻ f of xy of 2 variables and we are going to integrate the function over the region R,
then average value of that function is equal to 1 divided by area of the region, area of R into integral, double integral over the region f of xy dx dy. ഇനി മുതൽ അതിനെ ഡി എ എന്നും എഴുതാം. ഇത് ലെന്തിൻ്റെ ഒരു ചെറിയ എലമെൻറ്റിനെയാണ് നമ്മളിവിടെ ഡി എക്സ് എന്ന് എഴുതിയത്. അപ്പോൾ ഏരിയയുടെ ഒരു ചെറിയ എലമെൻറ്റ്, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ചെറിയൊരു കഷ്ണത്തെ, അതൊരു റെക്ടാങ്കുലർ പോർഷൻ ആയിരിക്കും, അതിനെ നമ്മൾ ഡി എ, ഡി എക്സും ഡി വൈ ലെന്തുള്ള ഒരു ചെറിയ റെക്ടാങ്കിൾ ആയിരിക്കും. ഇത് ഇതിൻ്റെ ഒരു ചെറിയ പാർട്ട്, ചെറിയ ലെന്ത് ഡി എക്സ്. അപ്പോൾ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഡി എ എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ ഡി എ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇനി ഇതിൽ പ്രോബ്ലംസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എഫ് എക്സ് വൈ 1 ആവുക കൂടി ചെയ്യുകയാണ്, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ഇൻ്റഗ്രൽ രണ്ടാമത് നമ്മൾ ചെയ്ത എക്സാമ്പിൾ ഇതാണ്. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ y to root y dx dy x equal to y this curve and x equal to root y x square equal to y this parabola between x equal to 0 to 1 x 0 തുടങ്ങി x 1 വരെ ഉള്ളൂ. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ്റെ അവിടെ എഫ് ഓഫ് എക്സ് വൈ ഒന്നുമില്ല, 1 ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ ഫോം. അപ്പോൾ ആർ ഏതാ? ഇതാണ് ആർ. അപ്പോൾ അത് ഈ റീജിയൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ, ഈ റീജിയൻ്റെ ഏരിയ വാല്യൂ ആണ് നമുക്ക് കിട്ടിയ. അവിടെ ഇൻ്റഗ്രേഷൻ ചെയ്തു, ആൻസർ നമുക്ക് 1/6 കിട്ടി. റിവേഴ്സ് ചെയ്തൊക്കെയാണ് ചെയ്തത്. നമുക്ക് ഒരു കാര്യം, അപ്പോൾ ആ എക്സാമ്പിൾ ഏരിയ കണ്ടുപിടിക്കുന്നതിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അത്തരമാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇവിടെ ഫംഗ്ഷൻ എഫ് എക്സ് വൈ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലായിരിക്കും ഇൻ്റഗ്രേഷൻ ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. രണ്ടിടത്തും ഡബിൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നത്. നമുക്ക് റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം ചെയ്യാം. ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ y ഈക്വൽ ടു 2x² ആൻഡ് y² ഈക്വൽ ടു 4x. ഈ രണ്ട് കർവ്സ് ചേർന്ന് ബൗണ്ട് ചെയ്യുന്ന ഏരിയ ഡബിൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. y ഈക്വൽ ടു 2x² എന്ന് പറയുന്നത് x² ഈക്വൽ ടു y/2 എന്നെഴുതാം. അങ്ങനെ എഴുതുമ്പോൾ അത് പൊക്കത്തിലേക്ക് ഓപ്പൺ ആയിരിക്കുന്ന വെർട്ടെക്സ് ഒറിജിൻ ആയിട്ടുള്ള ഒരു പരാബോളയാണ് y ഈക്വൽ ടു 2x². y² ഈക്വൽ ടു 4x റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ആയിരിക്കുന്ന വെർട്ടെക്സ് ഒറിജിൻ ആയിട്ടുള്ള y² ഈക്വൽ ടു 4x. ഈ പരാബോളയാണ് y² ഈക്വൽ ടു 4x. ഇത് y² ഈക്വൽ ടു 4x, മറ്റേത് y ഈക്വൽ ടു 2x². അപ്പോൾ റീജിയൻ ബൗണ്ടഡ് ബൈ ദീസ് കർവ്സ് മീൻസ് ഇവിടെ കുറേ റീജിയൻസ് ഉണ്ട്, കുറേ തുറന്നായിരിക്കുന്നത്. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻസിൻ്റെ ഏരിയയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത് മാത്രം, ഈ പരാബോള മാത്രം ബൗണ്ടറി ആയിട്ട് വരുന്ന ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആണ്. ഈ റീജിയൻ്റെ ഏരിയയാണ് ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തുറന്നായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോർഡറിൽ ഈ പരാബോളയുടെ പാർട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷനിൽ വാല്യൂ കണ്ടുപിടിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റീജിയനെ ഈ പരാബോളാസ് ഉണ്ടാക്കുന്നുള്ളൂ. ഈ റീജിയൻ്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ പോയിന്റ്സ് അറിയാൻ നമുക്ക് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആവശ്യമുണ്ട്. y ഈക്വൽ ടു 2x² y² ഈക്വൽ ടു 4x. സോൾവ് ചെയ്താൽ y ഈക്വൽ ടു 2x², y² 2x² ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. y ഈക്വൽ ടു 2x² രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x. ദാറ്റ് മീൻസ് 4 ഇൻറ്റു x റൈസ് ടു 4 ഈക്വൽ ടു 4x എന്ന് നമുക്ക് എഴുതാം. അതിൽ കട്ട് ചെയ്ത് കളയരുത്. x റൈസ് ടു 4 മൈനസ് x കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു പോയിന്റ് പോകും. 4 ക്യാൻസൽ ചെയ്യാം, കോൺസ്റ്റൻസ് കട്ട് ചെയ്യാം, വേരിയബിൾ കളയരുത്. x റൈസ് ടു 4 മൈനസ് x ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് x ഇൻറ്റു x³ മൈനസ് 1 ഈക്വൽ ടു 0. കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ x ഈക്വൽ ടു 0 കിട്ടത്തില്ല. x ഈക്വൽ ടു 0 പക്ഷേ x ഈക്വൽ ടു 0 അറിയാം, രണ്ടിൻ്റെ വെർട്ടെക്സ് കോമൺ ആണ്, അവിടെയാണ് ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്നറിയാം. x 0 ആകുമ്പോൾ y എന്തായിരിക്കും ഇവിടെ കൊടുത്താൽ മതി, x 0 y ഈക്വൽ ടു 2 ഇൻറ്റു 0². ഇനി x 1 ആകുമ്പോൾ y എന്താണെന്നറിയാൻ ഇവിടെ കൊടുത്താൽ മതി, x ഈക്വൽ ടു 1 y ഈക്വൽ ടു 2 ഇൻറ്റു 1² ദാറ്റ് ഈസ് 2. അപ്പോൾ 0 0യും 1 2 ആണ് ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇത് വൈക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം മാറി കൊടുത്താൽ നമുക്ക് ഈ പോയിന്റ്സ് കിട്ടിയാൽ മതി. രണ്ട് കോർഡിനേറ്റ്സും എഴുതാം. രണ്ട് കോർഡിനേറ്റ്സും പലപ്പോഴും ആവശ്യം വരത്തില്ല. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ 0 0യും 1 2 ആണ്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ. ദിസ് ഈസ് ദ റീജിയൻ ആർ. ഇതാണ് റീജിയൻ ആർ. ഡി എ എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാം. y വേരിയിങ് ആയിട്ട് എടുത്താൽ ഇവിടെ റൂട്ട് ഇല്ലാതെ കിട്ടും. അപ്പോൾ നമുക്ക് ഇല്ല,
ഒന്ന് 4x-ൻ്റെ റൂട്ട് വരും. 4x-ൻ്റെ റൂട്ട് എടുത്താൽ എളുപ്പമുണ്ട്. 4-ൻ്റെ റൂട്ട് മറ്റേത് √x ആണ്. ഇവിടെ എഴുതുമ്പോൾ √2 അല്ല അത് ഏതാണെങ്കിലും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുക, അതേ ഉള്ളൂ. അപ്പോൾ y വേരിയിങ് ആയിട്ട് എടുക്കണമെങ്കിൽ y ആക്സിസിന് പാരലായിട്ട് സ്ട്രിപ്സ് x ആക്സിസിന് പാരലായിട്ട് എടുക്കാം. നമ്മൾ y ആക്സിസിന് പാരലായിട്ട് സ്ട്രിപ്സ് ഇപ്പോൾ പരിഗണിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ സ്ട്രിപ്പിൻ്റെ ഫോമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്ട്രിപ്പിൻ്റെ എൻ പോയിന്റ്സ് ഇതിൻ്റെ താഴത്തെ എൻ പോയിന്റ് y = 2x² നിന്നാണ്. ഇവിടെ y = 2x². പൊക്കത്തിലെ എൻ പോയിന്റ് ഇതാണ്, അത് മറ്റേ പരാബോളയിൽ നിന്നാണ്. അവിടെ y² = 4x ആണ്. y = 4x-ൻ്റെ റൂട്ട്, ദാറ്റ് മീൻസ് 2√x. അപ്പോൾ y വേരിയേഷൻ ഈസ് ഫ്രം 2x² to y വേരിയിങ് ആയിട്ടാണെങ്കിൽ 2x² to 2√x. x വേരിയിങ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ആയിരിക്കും പരിഗണിക്കുക. ഇതുപോലത്തെ എല്ലാ സ്ട്രിപ്പുകളും ആദ്യത്തേത് എവിടെയാ x = 0. അടുത്തതുകൊണ്ട് x = 0 കഴിഞ്ഞത്തെ x പോയിന്റ്. പക്ഷേ സ്ട്രിപ്പിന്റെ എൻ പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് y = 2x² നിന്നും തീരുന്നത് y = y² = 4x-ലുമാണ്. ഇതിൽ ടിപ്പിക്കലായിട്ട് ഒരെണ്ണം മാത്രം വരച്ചാൽ മതി. ഇങ്ങനെ റീജിയൻ കവർ ചെയ്യും എന്ന് കാണിക്കാനാണ് ഞാനിത് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങേയറ്റത്ത് ഇവിടെ വരുന്ന ഇവിടെ എക്സ് കോർഡിനേറ്റ് ഇതാണ്. ഏതാ x = 1 ആണ് എക്സ് കോർഡിനേറ്റ്. x = 0 to 1 വേരിയേഷൻ. അപ്പോൾ we can write the integral x varies from അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലേ 0 to 1. integral y varies from 2x² to 2√x. ഇനി dA dx dy എന്ന് എഴുതാം, dy dx എന്ന് എഴുതാം. ഇപ്പോൾ എന്താ എഴുതണ്ടേ? y ആണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുറപ്പായി. അപ്പോൾ dy ഈ ഇൻ്റഗ്രൽ നമ്മൾ ആദ്യം എവാലുവേറ്റ് ചെയ്യും. അപ്പോൾ y-യിലാവും വൈയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എക്സിലെ വാല്യൂ കിട്ടും. 2x² √x വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫംഗ്ഷൻ എക്സിലാകും. സിംഗിൾ ഇൻ്റഗ്രൽ dx ഇൻ്റഗ്രേഷൻ എലമെന്റ്. ഇൻ്റഗ്രൽ 0 to 1 അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകും. അതുകൊണ്ട് ഇനി സ്പെസിഫൈ ചെയ്യണമെന്നില്ല. ഡിവൈഡ് ഇൻ്റഗ്രൽ y ലിമിറ്റ്സ് കൊടുക്കേണ്ടത് എന്താ? 2x² to 2√x dx. അപ്പോൾ ലിമിറ്റ്സ് കൊടുത്തോളുക. ഇൻ്റഗ്രൽ 0 to 1 ആ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞില്ല, പിന്നെ ചെയ്യാൻ പോകുന്നത്. വൈയിൽ ലിമിറ്റ്സ് കൊടുക്കുക. y 2√x ആദ്യം കൊടുക്കണം, മൈനസ് 2x² വീണ്ടും കൊടുക്കണം. then dx. then we can integrate with respect to x. ഇത് സിംഗിൾ ഇൻ്റഗ്രലായി, അതിൽ പുതുതായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഈ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം അതേ ഉള്ളൂ. ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് ചെയ്യാനറിയാം. 2√x-ൻ്റെ ഇൻ്റഗ്രൽ 2 × √x എന്ന് പറയുന്നത് ഇത് x⁻²² ആണ്. അതിൻ്റെ ഇൻ്റഗ്രൽ ഒന്നുകൂടെ കൂട്ടി x⁻³ ഡിവൈഡഡ് ബൈ x⁻n+1 ഡിവൈഡഡ് ബൈ n+1. 3/2 ഡിവൈഡഡ് ബൈ 3/2 മൈനസ് 2 × 2 രണ്ടിടത്തും കോമൺ ആണ്. ഇവിടെ ലിമിറ്റ് അങ്ങ് എഴുതിയേക്കാം. 0 to 1 മൈനസ് 2 × x² ലിമിറ്റ്സ് കൊടുത്താൽ x³ ഡിവൈഡഡ് ബൈ 3 ഫ്രം 0 to 1. 2 എല്ലായിടത്തും കോമൺ ആണ്. 2 × 3/2 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 2/3 × x⁻³ 1/3/2 മൈനസ് 0. അടുത്താണ് മൈനസ് 2/3 × x³ ലിമിറ്റ് കൊടുത്താൽ 1³ മൈനസ് അടുത്തത് 0³ എന്നായിരിക്കും. ദെൻ 4/3 × അത് 1 ഉള്ളൂ മൈനസ് 2/3 × 1. ദ ആൻസർ ഈസ് 4 - 2 2/3 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് റീജിയൻസിൻ്റെ ഇൻ്റഗ്രേഷനിലൂടെ റീജിയൻസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഡബിൾ ഇൻ്റഗ്രൽ dA ഡബിൾ ഇൻ്റഗ്രൽ വരുമ്പോൾ അങ്ങനെ ഇൻ്റഗ്രൽ dx will be the length of the interval in which integral is evaluated. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ആകുമ്പോൾ നമ്മൾ ഇൻ്റർവെൽ അല്ല, ഒരു റീജിയനിലാണ്. ഈ കാണുന്ന ഇപ്പോൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന റീജിയനിലാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ, ഫംഗ്ഷൻ 1 ആണെങ്കിൽ, ഇല്ലെങ്കിൽ അല്ല, ഫംഗ്ഷൻ 1 ആണെങ്കിൽ ഇൻ്റഗ്രാൻഡ് ഫംഗ്ഷൻ ഇതിൽ 1, ഇവിടെ ഇൻ്റഗ്രാൻഡ് ഫംഗ്ഷൻ 1 ആണ്. ഡബിൾ ഇൻ്റഗ്രൽ dA will give the area of the region. അതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള